ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2 ദിനവൃത്താന്ത പുസ്തകങ്ങളാണ്. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 30 ചാപ്റ്റർ വരെയെങ്കിലും നമുക്കിന്ന് തീർക്കാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ട് നിങ്ങൾ നല്ല ശ്രദ്ധ നൽകണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് 4 കാര്യങ്ങളാണ്. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നത് ശലോമോന്റെ ഭരണകാലവും ദേവാലയ നിർമ്മാണവും ദേവാലയ പ്രതിഷ്ഠയുമാണ്. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ശലോമോനെ കുറിച്ച്, ശലോമോന്റെ ദേവാലയ നിർമ്മാണം, ദേവാലയ പ്രതിഷ്ഠ, അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. 10ാമത്തെ അധ്യായത്തിൽ രാജ്യം വിഭജിക്കപ്പെടുകയാണ്. ഇസ്രയേൽ എന്നുള്ള രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ട് ഇസ്രയേലും യഹൂദയും ആകുന്നതായിരിക്കുന്ന ഒരു ചിത്രം നമ്മൾ പഴയ പുസ്തകങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ്. 11ാം അധ്യായം തുടങ്ങി 36ാം അധ്യായം വരെ യഹൂദായിലെ രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമാണ്. നമ്മൾ കണ്ടതാണ് 1-2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ ഈ രാജാക്കന്മാരെ, യഹൂദായിലെ സകല രാജാക്കന്മാരെ കുറിച്ച്. 36ാം അധ്യായത്തിൽ യെരൂശലേമിന്റെ നാശം, യെരൂശലേമിന്റെ പതനമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ഇടങ്ങളിൽ ശലോമോന്റെ ഭരണകാലം, ദേവാലയ പ്രതിഷ്ഠ, നിർമ്മാണം മുതലായ കാര്യങ്ങളാണ്. 2ാമതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിരിക്കുന്ന 10ാം അധ്യായത്തിൽ രാജ്യം വിഭജിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് 10ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. 3ാമതായിട്ട് 11 മുതൽ 36 വരെയുള്ള ഭാഗത്ത് യഹൂദായിലെ രാജാക്കന്മാരെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ്. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ 36 യെരൂശലേമിന്റെ പതനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പുസ്തകം നമ്മൾ ഇതിനു മുൻപ് കണ്ടതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹൃദിസ്ഥമാക്കാനായിട്ട് എളുപ്പമാണ്. ശലോമോൻ രാജാവിനെ കുറിച്ചാണ്. ശലോമോന്റെ ഭരണകാലം. ശലോമോൻ എന്ന പദം, സോളമൻ അല്ലെങ്കിൽ ശലോമോൻ എന്നുള്ള പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഷാലോം എന്നുള്ളതായിരിക്കുന്ന പദത്തിൽ നിന്നാണ്. എബ്രായ പദമായിരിക്കുന്ന ഷാലോം. ഷാലോമിന്റെ അർത്ഥം സമാധാനം എന്നുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. ഇങ്ങനെ സമാധാനത്തിന്റെ മകനായിട്ട് ശലോമോൻ ഉരുത്തിരിഞ്ഞു വന്നു. ശലോമോൻ ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശലോമോൻ ആദ്യം എന്ത് ചെയ്തെന്നോ, ശലോമോൻ ബലിയർപ്പിക്കുകയാണ്. ഒരു ബലിയർപ്പണത്തിന് ശേഷം പ്രിയപ്പെട്ടവർ, നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് ഓർക്കേണ്ടുന്ന ഒരു വസ്തുത എന്താണെന്നോ, ഒരു ബലിയർപ്പണത്തിന് ശേഷം ദൈവം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമാവും. ഇവിടെ 1-ാം അധ്യായം 6-ാം വാക്യം, 2 ദിനവൃത്താന്തം 1-6. ശലോമോൻ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൽ താമ്രയാഗപീഠത്തെങ്കിലേക്ക് ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. ഒരു ബലി അർപ്പിക്കുകയാണ്. 1000 ഹോമയാഗം ശലോമോൻ ദൈവം മുൻപാകെ കഴിച്ചു. അന്ന് രാത്രി, 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, വേദപുസ്തകമുള്ളവരൊക്കെ എടുത്ത് നോക്കണം. അന്ന് രാത്രി 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 7-ാം വാക്യം, അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായിട്ട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം. ശലോമോൻ ചോദിച്ചത് നമുക്കറിയാം. നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനായിട്ട് വിവേകമുള്ള, ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണമേ എന്നുള്ളതാണ് ശലോമോൻ ചോദിച്ചത്. ഓർക്കണം, ആരാധന കഴിയുമ്പോൾ ദൈവം നമ്മളിൽ പ്രീതനാവും. ഓരോ ആരാധന കഴിയുമ്പോഴും 1000 ഹോമയാഗം അർപ്പിച്ചതായിരിക്കുന്ന ശലോമോനിൽ ആര് പ്രീതിപ്പെട്ടെന്നോ സ്വർഗത്തിലെ ദൈവം പ്രീതിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഓരോ ആരാധന കഴിയുമ്പോഴും, ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുന്ന ഓരോ ആരാധന കഴിയുമ്പോഴും ദൈവം നമ്മളിൽ പ്രീതിപ്പെടും. ദൈവം നമ്മളോട് ചോദിക്കും, നമുക്ക് എന്താ വേണ്ടതെന്ന്. നമ്മുടെ ഉത്തരമാണ് പ്രാധാന്യം. അതുകൊണ്ട് ആദ്യ ഭാഗത്ത് വീണ്ടും നമ്മൾ പണ്ടോർത്തെടുത്തതുപോലെ ഓർക്കുകയാണ്, ജ്ഞാനവും വിവേകവും ചോദിച്ചതായിരിക്കുന്ന ഒരു ശലോമോൻ. അതിനുശേഷം 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആലയ നിർമ്മാണം എപ്രകാരമായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വസ്തുതയാണ്. യഹോവയ്ക്ക് ആലയം പണിയുവാനായിട്ട് ശലോമോൻ നിശ്ചയിക്കുന്നു. അതിന് വേണ്ടുന്നതായിരിക്കുന്ന ഒരുക്കങ്ങളാണ്. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, 1-2 അധ്യായങ്ങൾ കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എവിടെയാണ് യെരൂശലേം ദേവാലയം പണിതതെന്ന് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. 3-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർന്നാന്റെ കളത്തിങ്കിൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് ആലയം പണിയുവാനായിട്ട് തുടങ്ങി. എവിടെയാണ് ദേവാലയം പണിതത്? മോറിയ മലയുടെ മുകളിൽ.
പഴയ നിയമത്തിൽ ഈ മോറിയാമല നമുക്ക് സുപരിചിതമാണ്. അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ കൊണ്ട് ബലി കഴിക്കുവാനായിട്ട് പോയ ഒരു സ്ഥലമാണ് മോറിയാമല. അങ്ങ് മലയുടെ മുകളിലെത്തിയപ്പോൾ തന്റെ മകനെ പിടിച്ചു കിടത്തി ബലിയർപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ ദേഹത്ത് കൈവയ്ക്കരുത്. അങ്ങനെ അവിടെ വെച്ചൊരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു. പുതിയ നിയമത്തിന്റെ താളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ആ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തുവാകുന്ന കുഞ്ഞാട് എവിടെയാണോ ബലിയർപ്പിക്കപ്പെടുന്നത്, അതിന് പകരമായിട്ട് ഇസഹാക്ക് ബലിയർപ്പിക്കപ്പെടേണ്ട സ്ഥാനത്ത് കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ട സ്ഥലത്ത് പിന്നീട് യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്ന ഒർന്നാന്റെ മെതിക്കളത്തിൽ യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് തുടങ്ങുകയാണ്. ഓർക്കണം, ഒരു ദേവാലയം പണിയുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എവിടെയാണെന്നോ, ബലിയർപ്പിക്കപ്പെട്ട സ്ഥലത്താണ് ദേവാലയം പണിയുന്നത്. നമ്മൾ കണ്ടെത്തിയതല്ല, നമ്മൾ കണ്ടെത്തിയ ഒരു സ്ഥലത്തല്ല ഒരു ദേവാലയം പണിയുന്നത്, മറിച്ച് ദൈവം കണ്ടെത്തിയ സ്ഥലത്താണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം, ഈ നമ്മളിപ്പം പ്രാർത്ഥിക്കുന്ന ദേവാലയം, കോഴിക്കോടാകട്ടെ ഏത് ദേവാലയമാകട്ടെ, ആ ദേവാലയം പണിതത് ദൈവത്തിന്റെ മനസ്സിനകത്ത് ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം സ്വന്തം മകനെ കൊണ്ടുപോയ മോറിയ മലയുടെ മുകളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന സ്ഥലത്ത് ഒർന്നാന്റെ മെതിക്കളത്തിൽ ഒരു ബലി അർപ്പിക്കാനുള്ള ദേവാലയം പണിയുക. അതുകൊണ്ടാണ് ഈ ദേവാലയ പരിസരത്ത് നിന്ന് വെറുതെ അതും ഇതൊന്നും വിളിച്ചു പറയരുതെന്ന് പറയുന്നത്. എന്നാൽ ദേവാലയം ദൈവം കണ്ട ഒരു സ്ഥലമാണ്, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന സ്ഥലമാണ്. ദൈവം കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക? ഓർക്കണം, ഇവിടെ ഇതാ അവിടെ ദേവാലയം പണിയുവാനായിട്ട് ആരംഭിക്കുകയാണ്. 2 സ്തംഭങ്ങൾ ആ ദേവാലയ നിർമ്മാണത്തിൽ ഉണ്ടാക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം. ഒന്നിന് യാഖീൻ എന്ന് പേരിട്ടു, മറ്റൊന്നിന് ബോവസ് എന്ന് പേരിട്ടു. 3-ാം അധ്യായത്തിൽ ഈ ദേവാലയ നിർമ്മാണത്തിന്റെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ദേവാലയ നിർമ്മാണത്തിൻ്റെതായിരിക്കുന്ന തുടർ പ്രവർത്തികളെ വിവരിക്കുന്നു. 4-ാം അധ്യായത്തിൽ താമ്രം കൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി ആ യാഗപീഠത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വർണ്ണിക്കുകയാണ് 4-ാം അധ്യായം. പിന്നീട് 5-ാം അധ്യായത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന പെട്ടകം ശലോമോൻ രാജാവ് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഭാഗമാണ്. പെട്ടകം കൊണ്ടുവരുന്നു, കെറൂബുകളുടെ ചിറകിൻ കീഴിൽ കൊണ്ടുചെന്ന് വെച്ചു. പെട്ടകം കൊണ്ടുവയ്ക്കുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടകം കൊണ്ടുവച്ച് ദേവാലയത്തിൽ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകം യഹോവയുടെ ആലയത്തിലേക്ക് ശലോമോൻ രാജാവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവച്ചു. 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. പെട്ടകം കൊണ്ടുവച്ചതിന് ശേഷം അവിടുത്തെ ഗായക സംഘം ഒരു പാട്ട് പാടുകയാണ്. പെട്ടകം കൊണ്ടുവച്ചതിന് ശേഷം ഗായക സംഘം പാടുന്ന പാട്ടാണ്, അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ളതായിരിക്കുന്ന ഒരു പാട്ട്. 136-ാം സങ്കീർത്തനം, വേദപുസ്തകം ഉള്ളവരൊക്കെ 136-ാം സങ്കീർത്തനം എടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട് എല്ലാ ദിവസവും ഉണ്ട്. ആലയത്തിൽ എന്നുമുള്ള പാട്ടാണ്, അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ടുന്ന പാട്ടാണ്, അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്ത് സംഭവിച്ചെന്നോ, അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമാകുന്ന മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. ഈ ജനം യഹോവയുടെ ആലയത്തിൽ ചെന്ന് ഉച്ചത്തിൽ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നു, അവിടെ മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉറക്കപ്പാട്ട് പാടണം, ഉറക്കപ്പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കണം. പൗലോസും ശീലാസും കാരാഗൃഹത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് യഹോവയെ പാട്ടുപാടി സ്തുതിച്ചപ്പോൾ എന്നാ പറ്റിയെന്നോ, ചങ്ങല പൊട്ടി. ഓർത്തെടുക്കേണ്ടുന്ന ഒരു സംഭവം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ ചങ്ങല പൊട്ടിയത് പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല, കാരാഗ്രഹത്തിലുള്ള എല്ലാവരുടെയും ചങ്ങല പൊട്ടി, എല്ലാവരുടെയും ബന്ധനം മാറി. എന്നാൽ പാട്ട് പാടിയതാരാ? പൗലോസും ശീലാസും മാത്രം. 2 പേരെ പാട്ട് പാടിയത്, പക്ഷെ ഇവിടുത്തെ എല്ലാവരുടെയും ബന്ധനം മാറി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ പാട്ട് പാടിയത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ദേവാലയത്തിൽ എല്ലാവരിലും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു, എല്ലാവരിലും. അല്ലെങ്കിൽ വീട്ടില് നമ്മൾ ചോദിക്കാറില്ലേ, അവരൊന്നും പ്രാർത്ഥിക്കാൻ വരുന്നില്ലല്ലോ, എന്നാ ഭർത്താവ് വരുന്നില്ല, ഭാര്യ വരുന്നില്ല, കുഞ്ഞുങ്ങൾ വരുന്നില്ല, നമ്മൾ മതിയെന്നേ. നമ്മൾ ഒരാള് ആ വീട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, എല്ലാവരുടെയും ബന്ധനം അഴിഞ്ഞു വീഴും. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, അവർ പാട്ട് പാടിയപ്പോൾ എന്നാ പറ്റിയെന്നോ, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെയെങ്കിൽ വീട്ടില് നമ്മൾ ആർക്കാണോ സമയമുള്ളത് അവരിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു നോക്കി, അവരിരുന്ന് പാട്ട് പാടി നോക്കി, എന്നാ പറ്റുമെന്ന് അറിയാമോ?
എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ കാരണമായി തീരും. ഇവിടെ ഇതാ അവര് പാട്ടുപാടി, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏക സ്വരമായി ഉച്ചത്തിൽ പാടിയപ്പോൾ യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു. 5-ാം അധ്യായം അങ്ങനെ അവസാനിക്കുകയാണ്, യഹോവയുടെ ആലയത്തിൻ്റെതായിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട്. 6-ാം അധ്യായത്തിൽ ശലോമോൻ യഹോവയുടെ ആലയം പണിത് പൂർത്തീകരിച്ചിട്ട് ദൈവവുമായിട്ട് സംസാരിക്കുകയാണ്. ആലയത്തിന്റെ പൂർത്തീകരണമാണ് വീണ്ടും 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്. എന്നിട്ട് ശലോമോൻ യഹോവയുടെ ആലയത്തിൽ ഇരുന്ന് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. യഹോവയുടെ ആലയത്തിലിരുന്ന് ശലോമോൻ ഒരു പ്രാർത്ഥന നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചതാണെങ്കിലും ഇവിടെ വീണ്ടും നമ്മൾ ഓർക്കുന്നതിന്റെ കാരണം ഇത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. എന്താണെന്നോ, ദേവാലയത്തിന്റെ പ്രത്യേകതയാണ് ഈ പ്രാർത്ഥന. ദേവാലയത്തിന്റെ പ്രത്യേകത 6-ാം അധ്യായം 20-ാം വാക്യം. 6-ാം അധ്യായം 20-ാം വാക്യം. ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന്, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർക്കണമേ. രാവും പകലും തൃക്കൺ പാർക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് അതുകൊണ്ട് സമയമുള്ളപ്പോൾ എന്നാ ചെയ്യണമെന്നറിയാവോ? പള്ളിയിൽ വരണം, വെറുതെ ഇരിക്കണം. ദേവാലയത്തിന്റെ ഒരു കോണിൽ വന്നിരുന്നാൽ മതി, വെറുതെ വന്നിരുന്നാൽ മതി. ഇനി അവിടെ ഇരുന്ന് ഒന്നും മയങ്ങിപ്പോയാലും കുഴപ്പമില്ല. എന്നാ പറ്റുന്നറിയാമോ? ആ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. ആ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. കുറെ പേര് ചോദിക്കും, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. പോരാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് ദൈവത്തിന്റെ കണ്ണ് രാവും പകലും ഉണ്ട്. ശലോമോൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവം, ഈ സ്ഥലത്ത് നീ രാവും പകലും തൃക്കൺ പാർക്കണമേ. ആ സ്ഥലത്ത് അവിടെ ഉണ്ടാകും. 20, 21, 22-ാം വാക്യം. 6-ാം അധ്യായം 2 ദിനവൃത്താന്തം 6-ന്റെ 21, 22. രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ ക്ഷമ നൽകും, കേൾക്കും, യാതൊരു സംശയമില്ല. കേൾക്കും, ക്ഷമ നൽകും. ഈ ആലയത്തിന്റെ മുൻപാകെ നമ്മൾ കുറച്ചു നേരം വന്നിരിക്കണം. ശലോമോൻ രാജാവ് അത്രമേൽ ഈ ആലയത്തെ കുറിച്ച് വർണ്ണിക്കുന്നതായിരിക്കുന്ന ഒന്നാണ് 6-ാം അധ്യായം മുഴുവൻ. ദേശത്ത് ക്ഷാമം, മഹാമാരി, വെൺകതിർ, വിഷമഞ്ഞ് ഉണ്ടായാൽ ഈ ആലയത്തിൽ വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. 29-ാം വാക്യം. വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. ഒരു രോഗം വന്നു, ഒരു ക്ലേശം വന്നു, ഒരു സങ്കടം വന്നു, ഈ ആലയത്തിൽ വന്നിരുന്ന് നമ്മൾ അല്പനേരം ഇരിക്കണം. ഈ ആലയം അത്രമേൽ വിശുദ്ധമാണ്. നമ്മുടെ ദേവാലയം ഏതായിക്കൊള്ളട്ടെ, അതിനകത്ത് നമ്മൾ അല്പനേരം വന്ന് ഏതെങ്കിലും ഒരു സമയത്ത് അല്പനേരം വന്ന് ഇരുന്ന് നോക്കി ദൈവം പ്രാർത്ഥന കേൾക്കും. രോഗത്തിന് സൗഖ്യം നൽകും, ശത്രുക്കളാലുള്ള പീഡനങ്ങൾക്ക് മാറ്റം നൽകും. അങ്ങനെ ഈ ദേവാലയത്തെ കുറിച്ചുള്ള വർണ്ണന 6-ാം അധ്യായത്തിൽ നടത്തുകയാണ്. 40-ാം വാക്യം. 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറക്കണം, നിന്റെ ചെവി ശ്രദ്ധിക്കണം. നിന്റെ കണ്ണ് തുറക്കണം, നിന്റെ ചെവി ശ്രദ്ധിക്കണം. എങ്കിൽ ദേവാലയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഏത് ദേവാലയമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ആലയം. ഞാൻ ഈ പള്ളി പണിയുന്നതായിരിക്കുന്ന അച്ഛന്മാരോടൊക്കെ പറയും, ആ ആലയത്തിനകത്ത് എന്തെങ്കിലും നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും നമ്മുടെ സാന്നിധ്യം അവിടെ കിടക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ അവിടെയുള്ള ഒരു കല്ലെടുത്ത് മാറ്റി വെച്ചാൽ മതി, പക്ഷേ ദൈവം അത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ദേവാലയത്തിൽ നമ്മൾ വെറുതെ വന്നിരുന്നാൽ മതി. എന്നെ പറ്റുന്ന അറിയാമോ? ദൈവം നമ്മളെ കാണും, ദൈവം നമ്മളെ കേൾക്കും, ദൈവം നമ്മുടെ സങ്കടം അറിയും. അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ ശലോമോന്റെ പ്രാർത്ഥനയാണ്. 7-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, ബലിപീഠത്തിലേക്ക് തീ ഇറങ്ങി. ശലോമോൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതായിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ സ്വർഗത്തിൽ തന്നെ ഇറങ്ങിയെന്നോ? തീ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ സന്തോഷമുണ്ടായി. 7-ാം അധ്യായത്തിനകത്ത് ശലോമോന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതായിരിക്കുന്ന, ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്നതായിരിക്കുന്ന ഒരു സംഭവമാണ്. 8-ാം അധ്യായത്തിൽ ശലോമോൻ യഹോവയുടെ യാഗപീഠം പെടുന്നതിന് ശേഷം തന്റെ അരമന പണിയുന്നതായിരിക്കുന്ന ഭാഗമാണ് 8-ാം അധ്യായം. 9-ാം അധ്യായത്തിൽ ശേബാരാജ്ഞി ശലോമോനെ പരീക്ഷിക്കാനായിട്ട് വരുന്നു. ശേബാരാജ്ഞിയെ കുറിച്ച് പുതിയ നിയമത്തിന്റെ താളുകളിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്, തെക്കേ ദേശത്തെ രാജ്ഞി, അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാനായിട്ട് വന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ പുസ്തകത്തിനകത്ത്. ഇവിടെ ഇതാ ശേബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനം പരീക്ഷിക്കാനായിട്ട് വരികയാണ്. അടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് വന്നു. എന്നാൽ അവൾ മടങ്ങിപ്പോകുന്നത് എന്താണെന്നറിയാമോ? 12-ാം വാക്യം. അവൾ
ആഗ്രഹിച്ചതും ചോദിച്ചതുമൊക്കെ ശലോമോൻ അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തന്റെ ഭൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ശലോമോന്റെ ജ്ഞാനം പരീക്ഷിക്കാനായിട്ട് വന്നെ. പക്ഷെ അവളുടെ ആ പരീക്ഷണത്തിനൊടുവിൽ അവൾ മടങ്ങിപ്പോവുക. അത്രമേൽ ജ്ഞാനം നിറഞ്ഞ ഒരു മനുഷ്യൻ. 9-ാം അധ്യായത്തിൽ ശലോമോനെ പരീക്ഷിക്കുവാനായിട്ട് ശെബാരാജ്ഞി വരുന്നു. 10-ാം അധ്യായം രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇതാണ് പെട്ടെന്ന് 1 മുതൽ 9 വരെ പൂർത്തീകരിക്കുന്ന അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു ശലോമോന്റെ ഭരണകാലമാണ്, ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠയാണ്, ശലോമോന്റെ പ്രാർത്ഥനയാണ്, ശലോമോന്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദേവാലയത്തിലേക്ക് അഗ്നി ഇറങ്ങി വരുന്ന സംഭവമാണ്, ശലോമോനെ പരീക്ഷിക്കാനായിട്ട് ശെബാരാജ്ഞി വരുന്ന സംഭവമാണ്. 10-ാം അധ്യായത്തിൽ എന്തെന്നോ ദേശം വിഭജിക്കപ്പെടുന്നു. ഇസ്രയേൽ രണ്ടായി മാറുന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. യൊരോബെയാമിന്റെയും രഹോബെയാമിന്റെയും നേതൃത്വത്തിൽ 2 രാജ്യങ്ങളായി ഇസ്രയേലും യഹൂദായും മാറ്റപ്പെടുന്നു. രാജ്യവിഭജനം നമുക്ക് ഭംഗിയായിട്ട് അറിവുള്ളതാണല്ലോ. ഇതിനു മുമ്പത്തെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. രഹോബെയാമിന്റെയും യൊരോബെയാമിന്റെയും നേതൃത്വത്തിൽ 10-ാം അധ്യായത്തിൽ ദേശം വിഭജിക്കപ്പെടുന്നു. ഇനി വേദപുസ്തകമുള്ളവര് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇനി പഠിക്കാനായിട്ട് എളുപ്പമാണ്. 11-ാം അധ്യായം രഹോബെയാം രാജാവിനെ കുറിച്ചാണ്. 11-ാം അധ്യായം രഹോബെയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചുമാണ് 11-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ രഹോബെയാമിന്റെ രാജ്യത്ത് മുറിച്ച് അവൻ ബലം പ്രാപിച്ചതായിരിക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അവിടെയുള്ളതായിരിക്കുന്ന ഈ രാജാവിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് 12-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ യൊരോബെയാം രാജാവിനെ കുറിച്ചാണ്. 13-ാം അധ്യായത്തിൽ യൊരോബെയാം രാജാവിനെ കുറിച്ച്. പിന്നീട് രാജാക്കന്മാരെ കുറിച്ചാണ്. 13, 14 തുടങ്ങി ഏകദേശം 36 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദായിലെ രാജാക്കന്മാരെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് നമുക്കിത് ഉപകാരമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിരുന്നു രാജാക്കന്മാരെ കുറിച്ച്, കിങ്സ് ഓഫ് ജൂത, നമ്മുടെ രാജാക്കന്മാരെ കുറിച്ച് ഓർത്തെടുക്കണം. രെഹോബെയാമിനെ കുറിച്ചും യൊരോബെയാമിനെ കുറിച്ചും അവരുടെ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്ന ഒരു ചാർട്ട് നമ്മൾ പ്രസന്റേഷനായി കാണിക്കുകയും ചെയ്തിരുന്നല്ലോ. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് യൊരോബെയാം രാജാവിനെ കുറിച്ച്. ഈ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ചില രാജാക്കന്മാരെ നമ്മളൊന്ന് പരാമർശിക്കും. എല്ലാവരെയും പരാമർശിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനു മുമ്പത്തെ പുസ്തകത്തിൽ നമ്മൾ പരാമർശിച്ചതാണ്. 13-ാം അധ്യായത്തിൽ യൊരോബെയാം രാജാവ്, പിന്നീട് യൊരോബെയാം രാജാവിന് ശേഷമുള്ള അടുത്ത രാജാവ് 14-ാം അധ്യായത്തിൽ അബിയാവ് എന്ന് പറയുന്ന രാജാവ്. അബിയാവ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് ആസ എന്ന് പറയുന്ന രാജാവ്. ഈ ആസ എന്ന് പറയുന്ന രാജാവിന്റെ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. 14-ാം അധ്യായം 11-ാം വാക്യം. 14-11 ആസ എന്ന് പറയുന്ന രാജാവിന്റെ അതിമനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ശത്രുക്കൾ ആസയെ പിടിക്കാനായിട്ട് വരികയാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ഏതെങ്കിലും ഒരു ദുഷ്ടത നമുക്കെതിരെ വരികയാണെങ്കിൽ, ശത്രുക്കളുടെ ആക്രമണം നമുക്കെതിരെ വരികയാണെങ്കിൽ ഈ ആസയുടെ പ്രാർത്ഥന നമ്മൾ ഓർത്തിടണം. 14-ാം അധ്യായം 11-ാം വാക്യം. ആസ എന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ്. 14-11 നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കണം. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ നീ അല്ലാതെ ഞങ്ങൾക്ക് കാര്യമില്ല കേട്ടോ. നമ്മൾ എത്ര അടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളെക്കാൾ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നവരായിരിക്കും, പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ് യഹോവേ, ബലഹീനനാ ഞങ്ങള്, ബലവാന്മാർ ഒരുപാട് പേരുണ്ട്, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. 14-11 രണ്ട് ദിനോർത്താന്തം 14-11 ആസ എന്ന് പറയുന്ന രാജാവിന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. 15-ാം അധ്യായം. അനന്തരം അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. പിന്നീട് അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അസര്യാവ് ആസ എന്ന് പറയുന്ന രാജാവിനോട് സംസാരിക്കുന്നതാണ് 15-ാം അധ്യായം. ഈ ആസയുടെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? ആസ എന്ന് പറയുന്ന രാജാവ് 15-ാം അധ്യായം 17-ാം വാക്യം. 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. നല്ലൊരു രാജാവ്,
അശേരാ പ്രതിഷ്ഠകളെയും ബാലിന്റെ പ്രതിഷ്ഠകളെയും ഒക്കെ നീക്കിക്കളഞ്ഞ ഒരു രാജാവ്, മ്ലേച്ഛ വിഗ്രഹങ്ങളെ ചുട്ടെരിഞ്ഞ ഒരു രാജാവ്, ചുട്ടുകരിച്ച ഒരു രാജാവ്. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ അറിയാവോ? അയാളുടെ ഹൃദയം ദൈവത്തിലായിരുന്നു. ആസായുടെ ഹൃദയം ജീവകാലമൊക്കെയും ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. ഒരു രാജാവാ, പക്ഷെ ഹൃദയം എവിടെയാണെന്നറിയാമോ? ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. 16-ാം അധ്യായത്തിൽ മുൻപോട്ട് നീങ്ങുമ്പോഴേക്കും ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടൊക്കെ വരുമ്പോഴേക്കും ആസയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ആസയുടെ ഏകാഗ്രത നഷ്ടമായി. ഓർക്കണം, 15-ാം അധ്യായത്തിൽ ആസയുടെ ഹൃദയം എവിടെയാ? ദൈവത്തിൽ ഏകാഗ്രം. 16-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേക്കും എന്നാ പറ്റിയെന്നറിയാമോ? ആസയുടെ ഹൃദയം ഏകാഗ്രത കുറഞ്ഞു പോവാ. അതുകൊണ്ട് ആസ 16-ാം അധ്യായം 12-ാം വാക്യം, 16:12, ആസായ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിന് ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. എന്നാ പറ്റിയെന്നോ? ജീവിതത്തിന്റെ ഒരു കാലം വന്നപ്പോൾ യഹോവയെ അന്വേഷിക്കേണ്ടതിന് പകരം ഹൃദയത്തിന്റെ ഏകാഗ്രത ചെറുതായിട്ടൊന്ന് മാറി. ആരെ അന്വേഷിച്ചു? വൈദ്യന്മാരെ അന്വേഷിച്ചു. ദൈവത്തെ അന്വേഷിച്ചില്ല. വൈദ്യന്മാരെ അന്വേഷിക്കേണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് വൈദ്യന്മാർക്കൊപ്പം യഹോവയെ അന്വേഷിച്ചില്ല, യഹോവയെ മാറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില കാലഘട്ടം ഇങ്ങനെ ശുഭമായി മുന്നോട്ട് പോവുമായിരിക്കും. ഇടയ്ക്ക് നമ്മൾ ഓർക്കണം, ദൈവത്തിൽ നിന്ന് എവിടെയാണ് ഹൃദയത്തിന്റെ ഏകാഗ്രത നഷ്ടമായി പോകുന്നതെന്ന്. 16-ാം അധ്യായത്തിൽ ആസായെ കുറിച്ച് പരാമർശിക്കുന്നു. 17-ാം അധ്യായത്തിൽ ആസ മരണപ്പെട്ടതിന് ശേഷം ആസയുടെ മകനായിരിക്കുന്ന യഹോശാഫാത്ത് രാജാവായി. ഇസ്രായേലിൽ ഒരു നല്ല രാജാവാണ് യഹോശാഫാത്ത്. എന്താണ് യഹോശാഫാത്തിന്റെ പ്രത്യേകത എന്നറിയോ? യഹോശാഫാത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത 17-ാം അധ്യായം 6-ാം വാക്യം. 17-ാം അധ്യായം 6-ാം വാക്യം. യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്: അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. അവന്റെ ഹൃദയം ആരിൽ ധൈര്യപ്പെടുന്നു? ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ഒരുപാട് സങ്കടമുണ്ട്, ക്ലേശമുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പക്ഷെ ഹൃദയം എവിടെയാണോ? യഹോവയിൽ ധൈര്യപ്പെട്ടു. യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹൃദയം ദൈവത്തിൽ ധൈര്യപ്പെട്ട രാജാവാണ് യഹോശാഫാത്ത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണോ? 9-ാമത്തെ വാക്യം, 2 ദിനവൃത്താന്തം 17:9. യഹോവയുടെ ന്യായപ്രമാണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. യഹോവയുടെ ന്യായപ്രമാണം കയ്യിലുണ്ടായിരുന്ന രാജാവാണ് യഹോശാഫാത്ത്. ഒരു രാജാവാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? ദൈവത്തിന്റെ ന്യായപ്രമാണം കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വേദപുസ്തകം ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിലുണ്ടാകണം. ഈ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും, യാതൊരു സംശയമില്ല. ഈ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. നമ്മുടെ യാത്രയിൽ, നമ്മുടെ വഴികളിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവും. ഇവിടെ ഇതാ രാജാവ് എന്നാ ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യഹോവയുടെ ന്യായപ്രമാണം കയ്യിലുണ്ടായിരുന്നു. യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അയാളുടെ ഹൃദയം ദൈവത്തിൽ ധൈര്യപ്പെട്ടു. രണ്ടാമത് എന്താണോ? ഈ ന്യായപ്രമാണ പുസ്തകം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നോ? ഇദ്ദേഹം പ്രബലനായി വന്നു. ഇദ്ദേഹം പ്രബലനായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഇങ്ങനെ പ്രബലനായി മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് 18-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ചെറിയൊരു അബദ്ധം. എന്നാ പറ്റിയെന്നോ? യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. ആഹാബിനോട് സംബന്ധം കൂടി. എല്ലാം ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് വെച്ചൊരു ദുഷ്ടരാജാവിനോട് സംബന്ധം കൂടി. നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നേ എല്ലാം ഉണ്ട്, ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു ദുഷ്ടനോട് സൗഹൃദം കൂടും. ഇവിടെ ആഹാബിനോട് സംബന്ധം കൂടിയതായിരിക്കും സമയം മുതൽ എന്നാ പറ്റിയെന്നറിയാമോ? ചില കൃപ കുറഞ്ഞു തുടങ്ങി. ആ സാഹചര്യത്തിൽ ഇവരൊരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആഹാബും യഹോശാഫാത്തും ഒരുമിച്ചിരുന്നിട്ട് യഹോശാഫാത്ത് ആഹാബിനോട് പറയാണ്, യുദ്ധം വിജയിക്കുകയില്ലയോ എന്ന് ആരോട് ചോദിക്കണം? നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അങ്ങനെ ഒരു പ്രവാചകനെ വിളിക്കുകയാണ്, മീഖായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിച്ചതാണല്ലോ. മീഖായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ വിളിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ യഹോശാഫാത്തിനോട് ആഹാബ് പറയാണ്, മീഖായാവ് എനിക്ക് ഗുണമായിട്ട് പറയത്തില്ല. പക്ഷേ യഹോശാഫാത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ദൈവത്തിന്റെ വചനമല്ലേ. അങ്ങനെ മീഖായാവിനെ വിളിച്ചു വരുത്തി. മീഖായാവ് വന്നപ്പോൾ യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിനോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയാണ്, ചില സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്.
അങ്ങനെ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നതായിരിക്കുന്ന സമയത്ത് ബോഷ്കിന്റെ ആത്മാവിനെ യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നുവെന്ന് ആരോട് പറയാന്നറിയാമോ? ഈ ആഹാബ് രാജാവിനോട് പറയാണ്. ആഹാബ് രാജാവിനോട് പറയാണ് ബോഷ്കിന്റെ ആത്മാവിനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഈ ഒരു ലിസ്റ്റിനകത്ത് നമ്മൾ കണ്ടതാണ് രാജാക്കന്മാരെ കുറിച്ച്. അവിടെ ഓരോ രാജാക്കന്മാരുടെയും കാലയളവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഈ രാജാക്കന്മാരെ ഒക്കെ നമുക്ക് സുപരിചിതമാണ്. നിങ്ങൾ ആ ഒരു ചിത്രം ഇതിനകത്ത് ഓർക്കുന്നുണ്ടാകും. അവിടെയാണ് യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ്, അനുഗ്രഹീതനായിരിക്കുന്ന ഒരു രാജാവ്, 874 മുതൽ 850 വരെയുള്ള കാലത്ത് യഹൂദായെ ഭരിച്ചതായിരിക്കുന്ന ഈ രാജാവ്, അദ്ദേഹം നോക്കുന്നത് പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വചനങ്ങളാണ്. മീഖായാവ് പറഞ്ഞത് യഹോശാഫാത്തിന് തൃപ്തിയായിരുന്നു. പക്ഷെ ആർക്ക് തൃപ്തിയായില്ലെന്നോ? ദുഷ്ടരാജാവായിരിക്കുന്ന ആഹാബിന് തൃപ്തിയായില്ല. അതുകൊണ്ട് തന്നെ ഈ മീഖായാവിനെ ചെകിട്ടത്തടിക്കുകയാണ്. മീഖായാവിനെ ചെകിട്ടത്തടിക്കുകയാണ് സിദക്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആഹാബിന്റെ കൂടെയുള്ള സിദക്യാവ് മീഖായാവിനെ നശിപ്പിക്കാനായിട്ട് കാരാഗ്രഹത്തിൽ ആക്കുകയാണ്. അവിടെയൊന്നും ആരും മിണ്ടിയില്ല എന്നറിയാമോ? യഹോശാഫാത്ത് മിണ്ടിയില്ല. പക്ഷേ ആഹാബിനോട് സംബന്ധം കൂടിയിട്ടും യഹോശാഫാത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു എന്നറിയാമോ? ദൈവം ഉണ്ടായിരുന്നു. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഇടയ്ക്ക് വെച്ച് അബദ്ധങ്ങളൊക്കെ വന്നു, ഇടയ്ക്ക് വെച്ച് ചില തെറ്റുകളൊക്കെ വന്നു. ദുഷ്ടരാജാവിനോട് സഖ്യത കൂടി, പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഒന്ന്, ഹൃദയം യഹോവയിൽ വെച്ചു. രണ്ട്, വചനം അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിന്റെ നാൾ വഴികളിൽ വീണു പോകാൻ സാധ്യതയുള്ള ചില സാധാരണ ജീവിതങ്ങളാണ് നമ്മളെ. പക്ഷെ ഓർക്കണം, ഹൃദയം ദൈവത്തിൽ വെക്കണം. 18-ാം അധ്യായത്തിൽ യഹോശാഫാത്തിന്റെയും ആഹാബിന്റെയും ജീവിതം മീഖായാവെന്ന് പറയുന്ന പ്രവാചകനുമായിട്ടുള്ള സംസാരവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. 19-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് തന്റെ അരമനയിലേക്ക് മടങ്ങി വന്നതായിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ മടങ്ങി വന്നതായിരിക്കുന്ന സമയത്തെ ഒരു യുദ്ധത്തെ കുറിച്ചുള്ള സംസാരമാണ് 19-ാം അധ്യായത്തിൽ. ആ അധ്യായം അവസാനിക്കുന്നത്, ഇന്ന് വായിച്ചപ്പോൾ വലിയൊരു വേദന തോന്നി. 19-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു ചെറിയൊരു വാക്യത്തിലാണ്. 2 ദിനവൃത്താന്തം 19, യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. എനിക്കിത് വായിച്ച വലിയ പ്രയാസം തോന്നി. യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. ഞാൻ ഒരു 100 തവണ ഇത് വായിച്ചു. യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. 19-ാം അധ്യായം അവസാനം വാക്യം, യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. അപ്പൊ ദുഷ്ടന്മാരുടെ കൂടെ എന്ത് ചെയ്യത്തില്ല? ഇരിക്കത്തില്ല. പാപികളുടെ കൂടെ ഇരിക്കത്തില്ല. യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തണം കേട്ടോ. 19-ാം അധ്യായം അവസാന ഭാഗം, യഹോവ നല്ലവരുടെ കൂടെ ഇരിക്കും. മനസ്സിൽ തട്ടിയത് കൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രം. 20-ാം അധ്യായത്തിൽ യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയാണ്. ശത്രുക്കൾ എല്ലാവരും യഹോശാഫാത്തിനെതിരെ വരുമ്പോൾ യഹോശാഫാത്ത് ആകാശത്തിന്റെ അനന്തകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയാണ് 20-ാം അധ്യായം. നല്ലൊരു പ്രാർത്ഥനയാണ്. നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് യഹോശാഫാത്തിന്റെ പ്രാർത്ഥന, 20-ാം അധ്യായം. 21-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ എന്ത് ചെയ്യുന്നു? അടക്കം ചെയ്തു. അതിനുശേഷം അവന്റെ മകനായ യഹോരാം രാജാവായി. യഹോശാഫാത്ത് നല്ല രാജാവായിരുന്നു. അയാൾ മരിച്ചു. അതിനുശേഷം ആര് രാജാവായെന്നറിയാമോ? യഹോരാം രാജാവായി. അപ്പൊ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ മോനുണ്ടല്ലോ, കൊള്ളരുതാത്തവനായിരുന്നു. എത്രയോ മനുഷ്യന്മാരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല ആളാ, പക്ഷെ മോന് ഒട്ടും കൊള്ളത്തില്ല. യഹോരാം രാജാവായി. എന്നാ പറ്റിയെന്നറിയാമോ? യഹോരാമിനെ കുറിച്ച് വചനം പറയുകയാണ്. 21-ാം അധ്യായം 4-ാം വാക്യം, യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വമേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തി, അഹങ്കാരമായി, നികളമായി ബലപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? തന്റെ സഹോദരന്മാരെ ഒക്കെ കൊന്നു. എല്ലാ സഹോദരന്മാരെയും കൊന്നു. കാരണം ഇനി വേറൊരുത്തൻ രാജാവാൻ വരരുത്. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ഒരു നല്ല ഇടത്ത് എത്തിയാറുണ്ടല്ലോ, പിന്നെ ഒരുത്തനെയും കയറ്റിവിടത്തില്ല. പിന്നെ ആരെയും കയറ്റിവിടാതിരിക്കാൻ വേണ്ടി വധിക്കുക. ഇവിടെ ഇതാ യഹോരാം വേറൊരുത്തനും സിംഹാസനത്തിൽ വരരുതെന്ന് കരുതിയിട്ട് സഹോദരന്മാരെല്ലാവരെയും കൊന്നു. ഇതറിഞ്ഞ ഏലിയാ പ്രവാചകൻ യഹോരാമിന് ഒരു കത്തെഴുതി. ഏലിയാ പ്രവാചകന്റെ കത്ത്
21 അധ്യായം 12 വാക്യം. ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നു. ഏലിയ പ്രവാചകൻ രാജാവിന് ഒരു കത്തെഴുതുകയാണ്. നിങ്ങൾ നോർത്തേ, യഹോരാൻ രാജാവാണ്, ഏലിയാവ് വെറും സാധു പ്രവാചകനാണ്. പക്ഷെ ഒരു കത്തെഴുതി. ആ കത്തിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? നീ ചെയ്തതൊന്നും ശരിയല്ല, നീ ചെയ്തതൊന്നും ശരിയല്ല, നിന്നെ കർത്താവ് ദീനം കൊണ്ട് ഭരിപ്പിക്കും, നിനക്ക് കഠിനമായ ദീനമുണ്ടാകും, കുടൽ വ്യാധി പിടിക്കും, കുടൽ പുറത്തെയാടുന്നതായിരിക്കുന്ന രോഗം വരും. എന്നെ പറ്റിയെന്നറിയാമോ? യഹോരാമന് ഏലിയാവ് എഴുതിയതായിരിക്കുന്ന കത്തിലെ എല്ലാ രോഗവും പിടിച്ചു. 21 അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണ്? 20 വാക്യം. ആർക്കും ഇഷ്ടനാകാതെ അവന്റെ ജീവിതം കഴിഞ്ഞു. ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്ത രാജാവ്. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്തൊരു ഗ്രഹനാഥനാണ് നമ്മൾ. ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിനകത്ത് തോന്നി, ഒരു മനുഷ്യനും ഇഷ്ടനാകാത്ത ഒരു അച്ഛനാണോ? ഒരു മനുഷ്യനും ഇഷ്ടനാകാത്ത ഒരു അധ്യാപകനാണോ? ഒരു മനുഷ്യനും ഇഷ്ടനാകാത്ത ഒരു ഓഫീസിലെ സ്റ്റാഫാണോ? ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ലാത്തതായിരിക്കുന്ന ഒരു പുരോഹിതനാണോ? ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ലാത്ത ഒരു അപ്പനാണോ അമ്മയാണോ? ഇവിടെ ഇതാ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ലാത്തൊരു രാജാവ്. ഓർക്കണം, ആർക്കും ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ദൈവത്തിന് ഇഷ്ടം വരുന്നില്ല. ഇവിടെ എന്നാ പറ്റിയെന്നറിയാമോ? യഹോരാം മരിച്ചു, അടക്കം ചെയ്തു. രാജാക്കന്മാരുടെ കല്ലറകളിൽ പോലുമല്ല അയാളെ അടക്കം ചെയ്തത്. 22 അധ്യായം. യെരൂശലേം നിവാസികൾ അവന്റെ മകനായ അഹസ്യാവെ രാജാവാക്കി. അഹസ്യാവ് 42 സംവത്സരം വാണു. അവൻ 1 സംവത്സരം വാണു. 42 വയസ്സിലാണ് രാജാവാകുന്നത്. അഹസ്യാവിന്റെ അമ്മ, നമുക്ക് കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്, അഥല്യ എന്ന് പറയുന്ന അമ്മ. അഥല്യ എന്ന് പറയുന്ന രാജ്ഞി ദേശമാണെന്നൊക്കെ നമുക്കറിയാം. അഹസ്യാവ് മരണപ്പെട്ടു. അഹസ്യാവ് മരണപ്പെട്ടതിന് ശേഷമുള്ള കുറച്ച് നാളുകൾ അഥല്യ ദേശമാണ്. രാജ്യമാണതായിരിക്കുന്ന ഒരേ ഒരു രാജ്ഞിയാണ് അഥല്യ. ബാക്കിയുള്ളതെല്ലാം രാജാക്കന്മാരാണ്. ഒരു സ്ത്രീ വന്നത് അഥല്യ. ഈ പേര് മറക്കരുത്, അഥല്യ. 23 അധ്യായം. 23 അധ്യായത്തിനകത്ത് ഒരു പുരോഹിതനെ നമ്മൾ കാണുകയാണ്. 23, 24 അധ്യായത്തിൽ ഒരു അച്ഛൻ, ഒരു ദേവാലയത്തിലെ അച്ഛൻ, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ, യഹോയദ എന്ന് പേരുള്ള ഒരു അച്ഛൻ. അദ്ദേഹത്തിന്റെ പേര് യഹോയദ പുരോഹിതൻ. യഹോയാദ പുരോഹിതൻ ധൈര്യപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. ധൈര്യപ്പെട്ട് രാജാവിനോടായിട്ട് ചിലത് വിളിച്ചു പറയുന്നു. 23, 24 അധ്യായങ്ങളിൽ യോവാശ് എന്ന് പറയുന്ന രാജാവിനോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. 23, 24 അധ്യായങ്ങളിൽ യഹോയാദ പുരോഹിതനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. ചെയ്ത ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ചില കാര്യങ്ങളിലെ നീതിയല്ലാത്തതൊക്കെ വിളിച്ചു പറയാണ്. അഥല്യയുടെ ജീവിതത്തിന്റെ ക്രമം കെട്ടതായിരിക്കുന്ന ചര്യകളെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാ സംഭവിച്ചെന്നോ? രാജാക്കന്മാരുടെ നാളുകളിൽ ചില ശക്തമായിരിക്കുന്ന നിലപാടുകൾ വിളിച്ചു പറഞ്ഞ യഹോയാദ പുരോഹിതൻ, ആ പേര് മറന്നു പോകരുത്, യഹോയാദ പുരോഹിതൻ മരണപ്പെടുകയാണ്. 15 വാക്യം. 24:15. 24:15. യഹോയാദ വയോധികനും കാലസമ്പൂർണനുമായി മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അവന്റെ ആലയത്തിൽ കാര്യത്തിൽ നന്മ ചെയ്തിരിക്കുകൊണ്ട് ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. പ്രിയപ്പെട്ടൊരു നല്ലൊരു പുരോഹിതൻ. എന്ത് സംഭവിച്ചെന്നോ? അടുത്ത തലമുറയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു. 24 അധ്യായം 20 വാക്യം. ദൈവത്തിന്റെ ആത്മാവ് യഹോയാദ പുരോഹിതന്റെ മകനായ സക്കരിയാവിന്റെ മേൽ വന്നു. ഓർക്കണം, യഹോയാദയുടെ മകനായ സക്കരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഒരപ്പൻ നീതിയുള്ളതായാൽ, ഒരപ്പൻ വിശുദ്ധനായാൽ മകന്റെ മേലിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരിക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് യഹോയാദ പുരോഹിതന്റെ മകനായിരിക്കുന്ന സക്കരിയാവിന്റെ ജീവിതത്തിലേക്ക് വരിക. പ്രിയപ്പെട്ട ഒരു കുടുംബമായിട്ട് നമ്മൾ കഴിയുമ്പോൾ, ഒരു കുടുംബത്തിൽ അപ്പൻ ആഗ്രഹിക്കണം, അമ്മയെ ആഗ്രഹിക്കണം, ഞങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരണം, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം. പിന്നീട് ആ രാജാക്കന്മാരുടെ അടുത്ത നിരകളിലേക്ക് പോവുകയാണ്. അമസ്യാവ് രാജാവാകുന്നു. 25 അധ്യായത്തിൽ അമസ്യാവ് രാജാവാകുന്നു. അമസ്യാവ് രാജാവാകുമ്പോൾ അവൻ 25 വയസ്സ്. അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു.
എന്നാൽ ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. പിന്നീട് അമസ്യാവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള വർണ്ണനകളാണ് 25-ാം അധ്യായത്തിൽ. 26-ാമത്തെ അധ്യായത്തിൽ ഒരു കൊച്ച് മനുഷ്യൻ രാജാവാകുകയാണ്. 16 വയസ്സുള്ള ഒരാള് ഉസിയാവ് രാജാവായി. ആര് രാജാവായി എന്നറിയാമോ? ഉസിയാവ്. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായം. ഉസിയാവിനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാലത്ത് ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ഇവിടെ ഇതാ 26-ാം അധ്യായം 2 ദിനവൃത്താന്തം 26-ൽ ഉസിയാവ് രാജാവാകുന്നു. 16-ാമത്തെ വയസ്സിൽ രാജാവായി. മിടുക്കനായ രാജാവ്, എല്ലാം ഉണ്ട്. പക്ഷേ 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, 26-16, അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. ബലവാനായപ്പം നാശത്തിനായിട്ട് അഹങ്കാരം. നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്നൊരു കാര്യം, നമ്മളൊരു സ്റ്റേബിൾ ആയിട്ട് എത്തിച്ചേരുമ്പോൾ, അത് സമ്പത്ത് കൊണ്ട്, കഴിവ് കൊണ്ട്, ജോലി കൊണ്ട് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ ഓർക്കും ഒരു അഹങ്കാരത്തിന്റെ ആത്മാവ് വരും. ഒരു അഹങ്കാരത്തിന്റെ ആത്മാവ് വരും. ഇവിടെ ഇതാ 26-ാം അധ്യായത്തിൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം എന്തിനു നിഗളിച്ചു? നാശത്തിന്. പ്രിയപ്പെട്ടവരെ, സ്റ്റേബിൾ ആയി കഴിയുന്ന ചില സാഹചര്യങ്ങളിൽ ചില അഹങ്കാരം വരുമ്പോൾ ഓർക്കണം, അത് നാശത്തിനാകട്ടോ. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയായി, പണം വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആരോഗ്യമുണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഹൃദയത്തിനകത്ത് അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതാ അവൻ ദൈവമായ യഹോവയുടെ കുറ്റം ചെയ്ത് ധൂപ കലശമെടുത്തു. അവൻ ധൂപപീഠം എടുക്കാനായിട്ട്, ധൂപ കാട്ടുവാനായിട്ട് നിൽക്കുമ്പോൾ അസര്യാവ് എന്ന് പറയുന്ന പുരോഹിതൻ പറഞ്ഞു, രാജാവേ, ധൂപം വീശരുത് കേട്ടോ, ധൂപം വീശരുത്, നിനക്ക് പറ്റിയ പണിയല്ല. എന്നാ ചെയ്തു? ഉസിയാവ് ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ കോപിച്ചു. 26-19, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ഉസിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ കോപിച്ചു. ഇവിടെ അതുകൊണ്ടാണ് പള്ളിയിൽ നിൽക്കുമ്പോൾ കോപിക്കാൻ പാടില്ല. ഞാൻ ഈ വാക്യം ഇങ്ങനെ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പള്ളി നിൽക്കുമ്പോൾ കോപിക്കാൻ പാടില്ല. പക്ഷെ ചില നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കോപിച്ചു പോകുമല്ലോ. എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് അതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്ത് പറ്റിയെന്നോ? 26-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യെശയ്യാ പ്രവാചകൻ ഉസിയാവിനെ കുറിച്ച് എഴുതിയതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഉസിയാവ് മരിച്ചു, അവന്റെ മകനായ യോഥാം രാജാവായി. 27-ാം അധ്യായത്തിൽ യോഥാമിനെ കുറിച്ച് പറയുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ്? 27-6, യോഥാം ദൈവമായ യഹോവയുടെ മുൻപാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. യോഥാമിന്റെ അതിപ്രാധാന്യമുള്ള ഒരു പ്രത്യേകത, ക്രമമുള്ള രാജാവായിരുന്നു യോഥാം. കന്യകമറിയമിനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നിഷ്ഠയിൽ നിന്നെ പറ്റ, നിഷ്ഠയിൽ നിന്നെ പറ്റ. ക്രമം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രമം ഉണ്ടാവണം. യോഥാം എന്ന് പറയുന്ന രാജാവിന് ക്രമം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. വീട്ടിലൊരു ക്രമം ഉണ്ടാകണം. പ്രാർത്ഥിക്കാൻ ഒരു ക്രമം ഉണ്ടാകണം. രാവിലെ പ്രാർത്ഥിക്കാൻ ഒരു സമയത്തിന് ഒരു ക്രമം ഉണ്ടാകണം. വൈകുന്നേരം തോന്നുമ്പോഴല്ല ഒരു ക്രമം ഉണ്ടാകണം. ഒരു ക്രമം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾക്ക് ഒരു ക്രമം ഉണ്ടായാലുണ്ടല്ലോ, നമ്മൾ ബലവാനായി തീരും. ഇങ്ങനെ യോധാം ദൈവമായ യഹോവയുടെ മുൻപാകെ ക്രമമായി നടന്നു. ക്രമമില്ലേ ബലം ഉണ്ടാവില്ല. ക്രമമില്ലേ ബലം ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ക്രമം ഉണ്ടാകണം. ക്രമം ഉണ്ടാകണം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്കൊന്നും ക്രമമില്ലാതായി പോകുന്നുണ്ട്, അല്ലേ? തോന്നുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഷ്ടമുള്ളപ്പോഴാണ് പള്ളി വരുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് തോന്നുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആവരുത് കേട്ടോ. ഒരു ക്രമം ഉണ്ടാകണം. നിഷ്ഠയിൽ പ്രസവിച്ച കന്യകമറിയാമിന് എന്നാ പറ്റിയെന്നറിയാമോ? നിഷ്ഠയുണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ യോധാം ക്രമമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. ജീവിതത്തിനകത്തൊരു ക്രമം ഉണ്ടാകണം. അതിനുശേഷം യോധാം മരിച്ചു. 28-ാം അധ്യായത്തിൽ യോധാമിന്റെ മകനായിരിക്കുന്ന ആഹാസ് രാജാവായി. ആഹാസ് രാജാവായി, എന്നാൽ ദൈവത്തിന് പ്രസാദമായത് ചെയ്തില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു രാജാവായി പോയി. കാരണം ഉഗ്രകോപം ഇസ്രായേലിൽ വരുത്താനുള്ള ഒരു രാജാവായി. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തൊരു രാജാവ്. ഒടുവിൽ
29-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം ആഹാസിന് ശേഷം ഹിസ്കിയാവ് രാജാവായി. ഈ രാജാക്കന്മാരുടെ നിരയിലെ ഏറ്റവും പ്രാധാന്യമുള്ള എന്നാൽ ഏറ്റവും വിശുദ്ധനായിരിക്കുന്ന ഒരു രാജാവാണ് ഹിസ്കിയാവ്. ഹിസ്കിയാവ് രാജാവായി. ഹിസ്കിയ രാജാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹിസ്കിയാവ് രാജാവായിരിക്കുന്ന സമയം, ഹിസ്കിയാവ് രാജാവായ കാലം, ഹിസ്കിയാവിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. 29-30 അധ്യായങ്ങളിലാണ് ഹിസ്കിയാവിനെ കുറിച്ച് വർണ്ണിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളൊരു രാജാവാണ്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹിസ്കിയാവ് ദേശം വാഴുമ്പോൾ ദേശം അലങ്കോലമായി കിടക്കുക, ദൈവത്തിന്റെ കൃപയില്ലാതായി കിടക്കുക. ഹിസ്കിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? ആദ്യം ദൈവത്തിന്റെ ആലയം വെടിപ്പാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പെസഹ നടത്താനായിട്ട് തീരുമാനിച്ചു. ഹിസ്കിയാവ് ജനത്തോടും പുരോഹിതന്മാരോടും പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ഇനി നമ്മൾ പെസഹായിക്ക് ഒരുങ്ങുക കേട്ടോ. പെസഹായിക്ക് ഒരുങ്ങുമ്പോൾ ഹിസ്കിയാവ് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഓർമ്മയുണ്ടാവണം: തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ഈ കഴിഞ്ഞ ദിവസം വൈദികരോടും പറഞ്ഞൊരു കാര്യം, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ഇവിടെ അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. 29-ാം വാക്യം, 29-ാം അധ്യായം 34-ാം വാക്യം. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സാഹമുള്ളവരായി തീർന്നു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സാഹമുള്ളവരായി തീർന്നു. കുറെ കൂടി ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയുകയാണെങ്കിൽ, തങ്ങളെ കുമ്പസാരിക്കുന്നതിൽ അച്ഛന്മാരെക്കാൾ ഭംഗിയായിട്ട് ജനങ്ങൾ കുമ്പസാരിച്ചു തുടങ്ങി. അത് വായിച്ചപ്പോൾ വലിയൊരു ഭാരം. പ്രിയപ്പെട്ടവരെ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് ലേവ്യരും പുരോഹിതന്മാരും ജനങ്ങളും എല്ലാവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അങ്ങനെ എല്ലാവരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചപ്പോൾ 35-ാം വാക്യം, 29-ന്റെ 35, യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. യഹോവയുടെ ആലയത്തിലെ ആരാധന പെർഫെക്റ്റായി, യഥാസ്ഥാനത്തായി. വിശുദ്ധീകരണമില്ലാതെ പെസഹ നടത്താനായിട്ട് പറ്റത്തില്ല. 30-ാമത്തെ അധ്യായം അവരൊരു പെസഹ നടത്തുകയാണ്. ഒരു പെസഹ, ആ പെസഹ പെർഫെക്റ്റ് ആയി. കാലങ്ങളായിട്ട് പെസഹ ഇല്ല. കാലമായിട്ട് നടത്താത്തതായിരിക്കുന്ന, യഥാവിധി നടത്താത്തതായിരിക്കുന്ന ഒരു പെസഹ കൊണ്ടാടിയപ്പോൾ ഹിസ്കിയ രാജാവ് ജനത്തോടും പുരോഹിതന്മാരോടും ലേവ്യരോടും പറഞ്ഞു, സ്വയം വിശുദ്ധീകരിക്കണം. സ്വയം വിശുദ്ധീകരണത്തിന് ശേഷം നടത്തിയ പെസഹ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ കൺഫെഷൻ ആവശ്യമാണ്. നല്ല കുമ്പസാരം ഈ പെസഹായിലേക്ക് നമ്മളെ ഒരുക്കും. 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നല്ലൊരു പ്രാർത്ഥനയാണ്. ഹിസ്കിയാവ് പെസഹായിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന. 30-ാം അധ്യായം 19-ാം വാക്യം, ഹിസ്കിയാവ് പെസഹായിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന: വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും, വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും. പള്ളിയിൽ നിൽക്കുമ്പോൾ ദേവാലയത്തിന്റെ വിശുദ്ധി നമുക്കില്ല. ഇവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു വിശുദ്ധി എനിക്കില്ല, എന്നാലും നീ കരുണ തോന്നണം. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പെസഹ നടക്കുകയാണ്. 7 ദിവസം ഉത്സവം ആചരിക്കുന്ന ഒരു പെസഹ. കഴിയുന്നുണ്ടെങ്കിൽ 29-30 അധ്യായങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിക്കണം. ഈ പെസഹായിൽ എല്ലാവരും സന്തോഷിച്ചു. വലിയൊരു പെസഹ, കാലങ്ങളായിട്ട് നടന്നിട്ടില്ല. യോഗ്യമാമണ്ണം നടക്കാത്തതായിരിക്കുന്ന ഒരു പെസഹ, യഥാവിധി നടക്കാത്തതായിരിക്കുന്ന ഒരു പെസഹ. ഈ പെസഹ ഇവിടെ ഇതാ നടത്തുന്നത് ആരാന്നറിയാമോ? ഹിസ്കിയാവ്. ഹിസ്കിയാവ് പെസഹ നടത്തുകയാണ്. ദൈവം പ്രീതിപ്പെട്ടു. ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളത്, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. നമ്മുടെ ഈ 2024 പെസഹായിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടാവണമെങ്കിൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നത്, പെസഹായിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. 13-ാം അധ്യായം യോഹന്നാൻ 13, എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ എല്ലാവരും അല്ലതാനും. ശിഷ്യന്മാരോട് പറയാം, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അല്ലതാനും. യൂദായെ കൂട്ടി ചെയ്തിട്ട് പറയാണ്. ഇവിടെ ഇതാ പഴയ നിയമത്തിൽ എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. അവരിലേക്ക് പെസഹ യോഗ്യമാവണം നടന്നു. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. 30 അധ്യായങ്ങളാണ് നമ്മൾ പരാമർശിച്ചത്. 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന ഭാഗത്ത് ശലോമോനെ കുറിച്ച്, ദേവാലയ നിർമ്മാണത്തെ കുറിച്ച്. 10-ാമത്തെ അധ്യായത്തിനകത്ത് രാജ്യം ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്. 11 തൊട്ട് 30 വരെ
ഇസ്രായേലിലെ രാജാക്കന്മാർ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഈ ആഴ്ച അവരെ കുറിച്ച് വായിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തലകള വണക്കാം, പ്രാർത്ഥിക്കും. സ്നേഹമാകുന്ന ദൈവമേ, ഈ സന്ധ്യയ്ക്കായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. പരിപാലിക്കുന്ന എല്ലാ കരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നാളത്തെ ആരാധനയ്ക്കായിട്ട് ഒരുക്കണമേ. കേട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ. വിശുദ്ധ മാതാവിന്റെയും സകലരുടെയും മധ്യസ്ഥത കാവലാകണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, പല പള്ളിയിൽ നിന്നുള്ളവരുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കും.